അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 50 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. ഒരു ചതുരം അല്ലേ, ഒരു ചതുരം ഈ ചതുരത്തിൻ്റെ നീളവും വീതിയും 1 മീറ്റർ വെച്ച് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ 741 സ്ക്വയർ മീറ്റർ ആകും. ഇപ്പോൾ നമ്മുടെ ചതുരം ഇതാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ നീളം എക്സ് ആണ്, ഇതിൻ്റെ വീതി വൈ ആണ്. ഇനി ഇതിൻ്റെ നീളവും വീതിയും ഒരേ മീറ്റർ വെച്ച് കുറയ്ക്കാൻ പോകണം. അപ്പോൾ നമുക്കിതിൻ്റെ വീതി 1 മീറ്റർ കുറച്ചു, അതുപോലെ നീളവും 1 മീറ്റർ കുറച്ചു. അപ്പം ഇതാണ് നമ്മുടെ പുതിയ ചതുരം. അപ്പം ഇതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 741. ഇനി എന്താ പറയുന്നത്, ഇതിൻ്റെ നീളവും വീതിയും ഓരോ മീറ്റർ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ 861 ആകും. അപ്പോൾ അതിൽ ഇതിൻ്റെ നീളം നമ്മൾ എക്സിൽ നിന്ന് കുറച്ചും കൂടി കൂട്ടുന്നു. ഇതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒറിജിനൽ ചതുരത്തിൻ്റെ ഏരിയ എത്രയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ചതുരത്തിന്റെ നീളവും വീതിയും ഓരോ മീറ്റർ വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ഏരിയ 741 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് ആദ്യം എഴുതാം. ഇഫ് ദി സൈഡ്സ് ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ, 1 മീറ്റർ വെച്ച് സൈഡുകൾ കുറച്ച് കഴിഞ്ഞാൽ ഏരിയ എത്രയാണ്? 741. അപ്പോൾ ഇതിന്റെ ശരിക്കുള്ള നീളത്തിലാണ് എക്സ്, ഇത് വൈ അല്ലേ. അപ്പൊ നീളത്തിൽ നിന്ന് 1 മീറ്റർ കുറച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കുറച്ച് കഴിയുമ്പോഴത്തുള്ള ചതുരം. അപ്പൊ ഇതിന്റെ നീളം എത്ര വരും? ഇത് എക്സ് ആണെങ്കിൽ ഇതിൽ നിന്ന് 1 മീറ്റർ കുറയും അല്ലേ. അപ്പൊ നമുക്ക് ഈ നീളം എത്ര വരും? എക്സ് മൈനസ് 1. ഈ വീതിയോ വൈയിൽ നിന്ന് 1 മീറ്റർ കുറയും അല്ലേ. അപ്പൊ വൈ മൈനസ് 1. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് എക്സ് നീളം ഇൻറ്റു വീതി എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 എത്രയാണ്? 741 ആണ്. ഇതിനെങ്ങനെ എഴുതാം? എക്സ് വൈ, എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ്, പിന്നെ മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് വൈ മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 അല്ലേ. സീക്വൽ ടു 741. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് അവിടെ എടുക്കട്ടെ. അവർ പറഞ്ഞ അടുത്ത കാര്യത്തിലേക്ക് വരാം. ഈ നീളവും വീതിയും ഓരോ മീറ്റർ കൂട്ടിയാൽ ഏരിയ 861 ആകും അല്ലേ. അപ്പൊ ഇവിടെ എക്സ് ആണ്. അപ്പൊ അതിൽ നമ്മൾ 1 മീറ്ററും കൂടി കൂട്ടി അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ വലിയ ചതുരം. അപ്പൊ ഇതിന്റെ നീളം എത്ര വന്നു? എക്സ് പ്ലസ് 1. ഇതിന്റെ വീതി എത്ര വന്നു? ഇത് വൈ ആണ്, അതിൽ കൂടി ഒന്നും കൂടി അല്ലേ. അപ്പൊ നമുക്ക് വൈ പ്ലസ് 1. അപ്പൊ നമുക്ക് എഴുതാം ഇഫ് ദി സൈഡ്സ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ, 1 മീറ്റർ സൈഡുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു 861. അപ്പോൾ അതിൻ്റെ നീളം വീതി എത്ര വന്നു? എക്സ് പ്ലസ് 1ഉം വൈ പ്ലസ് 1ഉം അല്ലേ. അപ്പോൾ ഏരിയയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 1 നീളം ഇൻറ്റു വീതി വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 861. എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് വൈ പ്ലസ് 1 എങ്ങനെ എഴുതാം? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഇൻറ്റു 1 1 അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതി? സീക്വൽ ടു 861. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനായി. അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. ആദ്യം മുകളിലേക്ക് എടുത്തെഴുതാം. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 സീക്വൽ ടു 861 രണ്ടാമത്തെ ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ എന്താണ്? എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 741. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. നാം നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ച ഓർമ്മയുണ്ടല്ലോ, പെയർ ഓഫ് ഇക്വേഷൻസ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിലൊന്ന് കൂട്ടിയാൽ എന്ത് സംഭവിക്കും നോക്കിയേ. ഇക്വേഷൻ 1 പ്ലസ് 2 എക്സ് വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 2 XY വന്നു അല്ലേ. പോസിറ്റീവ് എക്സും നെഗറ്റീവ് എക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0.
പോസിറ്റീവ് വൈയും നെഗറ്റീവ് വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0. ഒന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2 + 2 ഈക്വൽ ടു, ഇനി ഇവ തമ്മിൽ കൂട്ടാം. 2, 0, 8, 16. അപ്പോൾ നമുക്ക് കിട്ടി 2xy + 2 = 1602. അതിൽ നിന്ന് നമുക്ക് 2xyയുടെ വില കാണാമല്ലോ. 1602. ഈ +2 നമുക്ക് അങ്ങോട്ടും ഉണ്ടാവാം, -2 ഈക്വൽ ടു 1600. 2xy 1600. അങ്ങനെയാണെങ്കിൽ xy എത്രയായിരിക്കും? 1600നെ എന്ത് ചെയ്യണം? ഇൻറ്റു 2 അവിടെ പോകുമ്പോൾ /2 ഈക്വൽ. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പോകും? 8 പ്രാവശ്യം പോകും അല്ലേ? അപ്പോൾ 8 പ്രാവശ്യം. ബാലൻസ് ഉണ്ടല്ലോ? ഇല്ല. ബാക്കി എന്താണ് ഇവിടെ? 2 0. ആ 2 0 കൊണ്ട് കയറ്റിയിടാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പരിചയമില്ലാത്തവർ നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് xy കിട്ടി 800. ചതുരത്തിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദ്യം അല്ലേ? ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് x × y അല്ലേ ചതുരത്തിൻ്റെ ഏരിയ? അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത് അല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി ഏരിയ = ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അല്ലേ? ഏരിയ = 800 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിലൂടെ ഇവിടെ മീറ്ററിലാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ m². ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? അപ്പോൾ രണ്ടാമത്തെ കാണാൻ നാം ഒന്നും ചെയ്യണ്ട. ഈ 2 ഇക്വേഷനുകൾ അതേ രൂപത്തിൽ തന്നെ എടുത്തെഴുതുക. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം ഒന്ന് എടുത്തെഴുതിയത്. ഇനി നാം ഇവിടെ എന്താ ചെയ്തത്? 2 ഇക്വേഷനുകൾ തമ്മിൽ കൂട്ടി അല്ലേ? അതിന് പകരം 2ൽ നിന്ന് 1 മൈനസ് ചെയ്യാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ. ഇക്വേഷൻ 2ൽ നിന്ന് 2 - 1. xy മൈനസ് xy 0 ആയിപ്പോയി അല്ലേ? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാണ്. 2ൽ നിന്നും 1 മൈനസ് ചെയ്യാണ്. ഇനി x മൈനസ് x. എക്സിൽ നിന്ന് കുറയ്ക്കണം എന്ത്? നെഗറ്റീവ് x. അപ്പോൾ എന്ത് വരും? x + x. 2 മൈനസ് വരുമ്പോൾ +x അല്ലേ? അതായത് നമുക്കിവിടെ 2x ആയി. അതേപോലെ തന്നെ y മൈനസ് y. അപ്പോൾ എന്ത് വരും? +2y. ഇനി 1ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 അല്ല, അത് പോയി. ഇനി 861 മൈനസ് 741 0 2 1 120. ഈ 2x + 2y എന്ന് പറയുന്നത് തന്നെയാണ് പെരിമീറ്റർ അല്ലേ? 2 നീളവും 2 വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പെരിമീറ്റർ കിട്ടാം. മനസ്സിലായല്ലോ? അപ്പോൾ ഉത്തരമായി. ഇനി നമുക്ക് ഒന്നും കൂടി മനസ്സിലാവുന്ന രൂപത്തിൽ വേണമെങ്കിൽ എഴുതണമെങ്കിൽ ഈ 2നെ ഒന്നും കൂടി പുറത്തേക്ക് എടുത്തേ. 2 × x + y അതായത് 120. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി പെരിമീറ്റർ = 120 പെരിമീറ്ററാണ്, അതുകൊണ്ട് മീറ്റർ. അപ്പോൾ നമുക്ക് ഇനി അതിലെ അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? മൂന്നാമത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 × x + y 120 എന്നറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് x + yയുടെ വില കണ്ടുപിടിക്കാം. എത്രയാണ്? 120/2 60 എന്ന് കിട്ടും. ഇനി നമുക്ക് അപ്പോൾ x + y വില കിട്ടി. ഇനി x - yയുടെ വില അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് അതിൻ്റെ എക്സിൻ്റെയും വൈയുടെയും വില കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ അതിന് പകരം എന്താണ് നമുക്ക് പിന്നെ അറിയാം? x × y എത്രയാണെന്ന് അറിയാം, 800 അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് അതിന് പറ്റിയ ഒരു ഇക്വേഷനാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതായത് x - y² = x + y² - 4xy. ഇത് ഓർമ്മയുണ്ടോ? നാം കഴിഞ്ഞ കൊല്ലം പഠിച്ച ഇക്വേഷനാണിത്. അപ്പോൾ ആ ഇക്വേഷനാണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? x - y² = x + y². x + y എത്രയാണ്? 2 × x + y 120 ആണെങ്കിൽ x + y എത്ര വരും? 120/2 അല്ലേ? = 60. അപ്പോൾ നമുക്ക് x + yക്ക് പകരം എന്ത് കൊടുക്കാം? 60² - 4xy 4 × xy എത്രയാണ്? 800 അല്ലേ? 800. അപ്പോൾ ഇതാണ് xy, ഇത് നമ്മുടെ x + y. അപ്പോൾ നമുക്ക് x - y² = 60ന്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. പിന്നെ 1 0 ആണെങ്കിൽ സ്ക്വയറിൽ 2 0 വരും അല്ലേ?
അപ്പം 3600 മൈനസ് 4 ഇൻറ്റു 800. അപ്പം 4 ഇൻറ്റു 8, 4 8 32. ഇനി 2 0 ഉണ്ട്, ആ 0 കൊണ്ട് എഴുതാം. അപ്പോൾ നമുക്ക് 3600 മൈനസ് 3200 ഈക്വൽ ടു 400. ഇത് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണ് 400. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ എത്രയായിരിക്കും? ഇതിൻ്റെ റൂട്ട് കാണല്ലേ, റൂട്ട് 400. അതായത് സ്ക്വയർ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം, ഇവിടെ റൂട്ട് ഇടണം അല്ലേ. എക്സ് മൈനസ് വൈയുടെ വില കിട്ടി, റൂട്ട് 400 എന്ന് പറയുമ്പോൾ 20. അപ്പോൾ റൂട്ട് കാണുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്തതിൻ്റെ അതേ നേരെ ഓപ്പോസിറ്റ്, അതായത് 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 അല്ലേ. 2 0 ആണെങ്കിൽ 1 0. കണ്ട, ഇവിടെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് 20 കിട്ടി. ഇപ്പം നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഒന്ന് എക്സ് പ്ലസ് വൈ 60 ആണെന്നും കിട്ടി, എക്സ് മൈനസ് വൈ 20 ആണെന്നും കിട്ടി അല്ലേ. ഇത് നമുക്ക് എളുപ്പം ചെയ്യാലോ. അപ്പോൾ എക്സ് പ്ലസ് വൈ സീക്വൽ ടു 60, എക്സ് മൈനസ് വൈ സീക്വൽ ടു 20. ഇനി ഇവ തമ്മിൽ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഇക്വേഷൻ 1, ഇക്വേഷൻ 2, 1 + 2, എക്സും എക്സും 2x അല്ലേ. പോസിറ്റീവ് വൈ നെഗറ്റീവ് വൈയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 0 അല്ലേ. ഇനി 60ഉം 20ഉം 80. അപ്പോൾ 2x ഈക്വൽ ടു 80, x ഈക്വൽ ടു 80/2 ഈക്വൽ ടു 40. 40ൻ്റെ വില നമ്മൾ ഇതിൽ കൊടുത്താൽ പോരെ, മതി. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60, എക്സിന് പകരം 40 + y ഈക്വൽ ടു 60. അങ്ങനെയാണെങ്കിൽ y എത്ര വരും? 60 മൈനസ് 40 ഈക്വൽ ടു 20. അപ്പോൾ നമുക്ക് നീളം കിട്ടി, എക്സ് 40 മീറ്റർ കിട്ടി, വീതി കിട്ടി, y 20 മീറ്റർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം. 2 സംഖ്യകൾ ഓരോന്നിൻ്റെയും കൂടെ 1 കൂട്ടി ഗുണിച്ചപ്പോൾ 1271 കിട്ടി, 1 കുറച്ച് ഗുണിച്ചപ്പോൾ 1131 കിട്ടി. അപ്പോൾ ചോദ്യം എപ്പോഴും നന്നായിട്ട് വായിച്ചു നോക്കാം. അപ്പോൾ 2 സംഖ്യകളുടെ 1 കൂട്ടി ഗുണിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം 2 സംഖ്യകൾ എക്സും വൈ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്പേഴ്സ് എക്സും വൈയും. എക്സിൻ്റെ കൂടെ നമ്മൾ 1 കൂട്ടുന്നു, പിന്നീട് വൈയുടെ കൂടെ 1 കൂട്ടുന്നു അല്ലേ. അപ്പോൾ y + 1. ഇവ തമ്മിൽ ഗുണിക്കുന്നു, എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ + 1. ഓക്കെ ആണല്ലോ. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1271. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ + 1 അങ്ങനെ നമ്മൾ ചെയ്യാറ് എക്സ് ഇൻറ്റു വൈ അല്ലേ. എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ വൈ പ്ലസ് 1 ഇൻറ്റു 1 1 ഈക്വൽ ടു 1271. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ആയിട്ട് അവിടെ എടുക്കട്ടെ. ഇനി പറഞ്ഞിട്ടുണ്ട് ഈ സംഖ്യയിൽ നിന്ന് 1 കുറച്ച് ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 1131 കിട്ടി അല്ലേ. അപ്പോൾ 1 കുറയ്ക്കുന്നു, എക്സിൻ്റെ കൂടെ 1, എക്സിൽ നിന്ന് 1 കുറച്ചാൽ എക്സ് മൈനസ് 1 ഇൻറ്റു വൈയിൽ നിന്ന് 1 കുറച്ചാൽ വൈ മൈനസ് 1. അവ തമ്മിൽ ഗുണിച്ചപ്പോൾ 1131 അല്ലേ. അപ്പോൾ 1131 കിട്ടി. അപ്പോൾ ഇവ തമ്മിൽ ഗുണിച്ച് നോക്കിയാൽ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു -1 മൈനസ് എക്സ്, -1 ഇൻറ്റു വൈ മൈനസ് വൈ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 അല്ലേ. ഈക്വൽ ടു 1131. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനായി. ഇനി നമ്മൾ എന്താണ് ചെയ്തത്? ഇവ തമ്മിൽ കൂട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കൂടി എടുത്തെഴുതാം. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 1271. അടുത്ത ഇക്വേഷൻ എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 1131. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇത് ഞാൻ എഴുതിയെന്നുള്ളൂ. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് നമ്മൾ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞില്ല, അതേ സ്റ്റെപ്പുകൾ തന്നെ ആണ് നമുക്ക് ഇവിടെയും ചെയ്യാനുള്ളത്. അപ്പോൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിലൊന്ന് കൂട്ടി. അപ്പോൾ എക്സ് വൈയും ഒരു എക്സ് വൈയും അല്ലേ. അപ്പോൾ 2 എക്സ് വൈ ഉണ്ട്. പ്ലസ് എക്സും മൈനസ് എക്സും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 0, പ്ലസ് വൈയും മൈനസ് വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0, 1ഉം 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ പ്ലസ് 2 ഈക്വൽ ടു 1 1 2 7 3 10 0 4 2. അപ്പോൾ നമുക്ക് കിട്ടി 2xy പ്ലസ് 2 ഈക്വൽ ടു 2402. അതിൽ നിന്ന് 2xyയുടെ വില കാണാം അല്ലേ. അപ്പോൾ 2xy ഈക്വൽ ടു 2402. ഈ പ്ലസ് 2 അങ്ങോട്ട് പോകുമ്പോൾ -2 ആയി. അതായത് 2400.
2xy 2400 ആണെങ്കിൽ xy എത്രയായിരിക്കും? 2400 ബൈ ഈ 2 ഇൻറ്റു 2 അങ്ങോട്ട് പോകുമ്പോൾ ബൈ 2. അപ്പോൾ നമുക്ക് രണ്ടിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം, ഇനി ഒരു ബാലൻസ് ഇല്ല, ഇനി 4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം അല്ലേ? അപ്പോൾ 12 പിന്നെ ഇവിടെ 2 0 ഉണ്ട്, അപ്പോൾ 1200. അപ്പോൾ ഇവിടെ 24 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 12 അല്ലേ? 12 പിന്നെ 2 0 2 0 എടുത്ത് എഴുതി. അപ്പോൾ എഴുതാം പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ്. പ്രൊഡക്റ്റ് ടു 1200. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ചോദ്യം ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇതിലുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ചെയ്യാം. രണ്ടാമത്തത് വാട്ട് ഇസ് ദെയർ സംസ്, അതിൻ്റെ തുക എത്രയാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ ഒന്നും കൂടി എടുത്തെഴുതാം നമുക്ക്. അപ്പോൾ xy പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 = 1271. ഈ ഇക്വേഷൻ നമ്മൾ എടുത്തെഴുതാണ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? xy മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 = 1131. ഇത് ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ തമ്മിൽ കൂട്ടി അതിന് പകരം എന്ത് ചെയ്യാം? 1 ൽ നിന്ന് 2 മൈനസ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 1 ൽ നിന്ന് ഇക്വേഷൻ 2 നാം മൈനസ് ചെയ്യുന്നു. അപ്പോൾ xy മൈനസ് xy എന്തായി? 0 ആയിപ്പോയി അല്ലേ? ഇനി എക്സ് പ്ലസ് എക്സ് മൈനസ് മൈനസ് എക്സ് പ്ലസ് എക്സ് മൈനസ് മൈനസ് എക്സ് അല്ലേ? അപ്പോൾ പ്ലസ് എക്സ് 2 മൈനസ് വരുമ്പോൾ അതും പ്ലസ് ആയി, അപ്പോൾ 2x. ഇവിടെയും അതേപോലെ തന്നെ അല്ലേ? പ്ലസ് വൈ മൈനസ് മൈനസ് വൈ, അപ്പോൾ ഇവിടെ പ്ലസ് 2y. 1 ൽ നിന്ന് മൈനസ് 1 0 ആയി, = 1271 മൈനസ് 1131 അല്ലേ? അപ്പോൾ 0 4 1 140. ഇതിന് നമുക്ക് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം അല്ലേ? 2നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ = 140. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ത് വരും? 140 ബൈ 2, ഈ ഇൻറ്റു 2 ബൈ 2 ആയി, = 70. അപ്പോൾ സംഖ്യകളുടെ തുക എത്രയാണ്? 70. അപ്പോൾ എഴുതാ സം ഓഫ് ദി നമ്പേഴ്സ്. സം ഓഫ് ദി നമ്പേഴ്സ് = 70. അപ്പോൾ ആ ഉത്തരവുമായി. ഇനി നമ്മോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഈ സംഖ്യകൾ ഏതൊക്കെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് സംഖ്യകൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയാം? ഇവിടെ എക്സ് പ്ലസ് വൈ അറിയാം, എക്സ് ഇൻറ്റു വൈ അറിയാം അല്ലേ? അപ്പോൾ നാം ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിരുന്നു, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നാം ഇവിടെ ചെയ്യാറ്. ആ ഇക്വേഷൻ ഏതാണ്? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ അല്ലേ? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ = എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈ അറിയാം അല്ലേ? എത്രയാണ്? എക്സ് പ്ലസ് വൈ എത്രയാണ്? 70. പിന്നെ എക്സ് ഇൻറ്റു വൈ നമുക്കറിയാലോ, 1200. അപ്പോൾ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ = എക്സ് പ്ലസ് വൈക്ക് പകരം 70 എഴുതാം അല്ലേ? അപ്പോൾ 70 സ്ക്വയർ മൈനസ് 4xy 4i ഇൻറ്റു എക്സ് വൈ 1200 = 70ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്തുവാണ്? നമ്മൾ ആദ്യം 7ൻ്റെ സ്ക്വയർ ആണ് അല്ലേ? 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 49. ഇനി ഇവിടെ ഒരു 0ന് നമ്മൾ 2 0 ചേർക്കണം. മൈനസ് 4 ഇൻറ്റു 1200, അപ്പോൾ 4 ഇൻറ്റു 12 ആദ്യം എത്രയാണ്? 4 ഇൻറ്റു 12 48 അല്ലേ? പിന്നെ നമ്മൾ ഈ 2 0 കൊണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് കിട്ടി നമുക്ക് 100 അല്ലേ? ഇവിടെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണ് 100 അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് മൈനസ് വൈ കാണാൻ എന്ത് ചെയ്യണം? ഇവിടെ സ്ക്വയർ കളയുമ്പോൾ നമ്മളിവിടെ റൂട്ട് ഇടും അല്ലേ? അപ്പോൾ √100 എത്രയാണ്? 10. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് മൈനസ് വൈ 10 ആണെന്ന് കിട്ടി, എക്സ് പ്ലസ് വൈ എത്രയാണെന്ന് കിട്ടി? 70 ആണെന്നും കിട്ടി അല്ലേ? ഇനി അതിൽ നിന്ന് എക്സിൻ്റെ വൈയുടെ വില കാണാമല്ലോ, കാണാം. അപ്പോൾ എക്സ് പ്ലസ് വൈ = 70, എക്സ് മൈനസ് വൈ = 10 അല്ലേ? ഇനി തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് വരും? വേണമെങ്കിൽ ഇക്വേഷൻ 3 4 കൊടുത്തോളൂ. 3 + 4, എക്സും എക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2x, പ്ലസ് വൈയും മൈനസ് വൈയും കൂട്ടിയാൽ 0 അല്ലേ? = 70 10 80.
അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 80, എക്സ് ഈസ് ഈക്വൽ ടു 80/2 ഈക്വൽ ടു 40. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടി 40. ഇനി ഈ ഇക്വേഷനിലേക്ക് എക്സ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 70 ആണ്. അതിൽ എക്സിൻ്റെ വില 40 ആണ് അല്ലേ. അപ്പോൾ 40 + y ഈക്വൽ ടു 70, y ഈസ് ഈക്വൽ ടു 70 - 40 ഈക്വൽ ടു 30. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 40-യും 30-യും. അപ്പോൾ നാം കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെയും ചെയ്തത്. മനസ്സിലായല്ലോ. അതിന് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2 ഓഡ് നമ്പേഴ്സ്. അപ്പോൾ 2 ഒറ്റ സംഖ്യകളിൽ ഓരോന്നിൻ്റെയും തൊട്ട് മുമ്പിലുള്ള ഒറ്റ സംഖ്യകളുടെ പ്രൊഡക്റ്റ് 285, തൊട്ടു പിറകിലുള്ള ഒറ്റ സംഖ്യകളുടെ പ്രൊഡക്റ്റ് 165. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ ചോദ്യം ശരിക്കും വായിച്ചു നോക്കാം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2 ഒറ്റ സംഖ്യകളുടെ കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഒറ്റ സംഖ്യകൾ എക്സും വൈ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഓഡ് നമ്പേഴ്സ് എക്സും വൈ. ഇനി ഇതിൻ്റെ തൊട്ടു മുമ്പിലുള്ള ഒറ്റ സംഖ്യകളുടെ പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ തൊട്ടു മുമ്പിലുള്ള ഒറ്റ സംഖ്യ ഏതായിരിക്കും? ഒരു ഒറ്റ സംഖ്യ എക്സ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒറ്റ സംഖ്യയിൽ നാം 3ഉം 7ഉം ആണെന്ന് വിചാരിക്കാം. 3 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ 5 ആണ് അല്ലേ. അതിൻ്റെ പിറകിലുള്ളതോ 1 ആണ് അല്ലേ. അതായത് ഇതിൻ്റെ കൂടെ നാം എത്ര കൂട്ടണം? 2 കൂട്ടണം. അല്ലെങ്കിൽ പുറകിലൊത് കിട്ടാൻ 2 കുറയ്ക്കണം. ഇരട്ട സംഖ്യ ആയാലും അതേ രൂപത്തിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് ചോദ്യം വായിച്ചിട്ട് 1 കൂട്ടുകയോ 1 കുറയ്ക്കുകയോ അല്ല ചെയ്യേണ്ടത്. ഇവിടെ ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യയുടെ തൊട്ട് മുമ്പിലത്തെ ഒറ്റ സംഖ്യ കിട്ടാൻ, അല്ലെങ്കിൽ തൊട്ട് അതിന് ശേഷമുള്ള ഒറ്റ സംഖ്യ കിട്ടാൻ നാം എന്ത് ചെയ്യണം? 2 കൂട്ടണം അല്ലെങ്കിൽ 2 കുറയ്ക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിവിടെ ഈ ഒറ്റ സംഖ്യ എക്സിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒറ്റ സംഖ്യ എക്സിൻ്റെ കൂടെ 2 കൂട്ടണം അല്ലേ. അപ്പോൾ x + 2 ഇൻറ്റു വൈയുടെ തൊട്ട് മുമ്പിലുള്ള സംഖ്യ ഒറ്റ സംഖ്യ ഏതായിരിക്കും? y + 2. അപ്പോൾ ഒരിക്കലും x + 1 എന്നോ y + 1 എന്നോ എഴുതരുത്. അത് എത്രയാണ്? 285. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? x × y അല്ലേ. x × y, xy, x × +2 + 2x. ഇനി 2 കൊണ്ട് 2 × y + 2y + 2 × 2 4 ഈക്വൽ ടു 285. അപ്പോൾ ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നാം കഴിഞ്ഞ 2 ചോദ്യങ്ങൾ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെയും നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മളോട് സംഖ്യകൾ ഏതൊക്കെയാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ. പക്ഷേ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം? ആ സ്റ്റെപ്പുകളൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. ഇനി അവരെന്താണ് പറഞ്ഞത്? തൊട്ടു പിറകിലുള്ള ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 165. തൊട്ടു പിറകിൽ അപ്പോൾ x - 2 y - 2 ഈക്വൽ ടു 165. അപ്പോൾ x × y xy, x × -2 -2x, -2 × y -2y, -2 × -2 +4 ഈക്വൽ ടു 165. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ഇക്വേഷൻ തമ്മിൽ കൂടി കൂട്ടാം. അപ്പോൾ നമുക്ക് എഴുതാം. ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? xy + 2x + 2y + 4 ഈക്വൽ ടു 285. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. xy - 2x - 2y + 4 ഈക്വൽ ടു 165. രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ 1ഉം 2ഉം തമ്മിൽ കൂട്ടാം. ഇക്വേഷൻ 1 + 2. ഇപ്പം എന്ത് വരും? xy + xy 2xy +2x - 2x കൂടി കൂട്ടിയാൽ 0. 2y + -2y 0. 4 + 4 8 ഈക്വൽ ടു 0 5 4. അപ്പോൾ നമുക്ക് 2xy + 8 ഈക്വൽ ടു 450 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 2xy എത്ര വരും? 450 +8 അങ്ങോട്ട് പോകുമ്പോൾ -8 ഈക്വൽ ടു 442 അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് xy കണ്ടുപിടിക്കാം. xy ഈക്വൽ ടു 442
ഇൻറ്റു 2/2 ആയി മാറും. ഈക്വൽ ടു വെട്ടിയിട്ട് ഡിവൈഡ് ചെയ്യാൻ അറിയുന്നവർ അങ്ങനെ ചെയ്യാം, അല്ലാത്തവർ മറ്റേ രൂപത്തിൽ തന്നെ ചെയ്യാം. ഇപ്പം നോക്കിയാൽ 4 അല്ലെ 2 കൊണ്ട് ആദ്യം 4 ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര വരും? 2. ഇവിടെ ബാലൻസ് ഒന്നും ഇല്ല. ഇനി 4 ഈ 4 ഡിവൈഡ് ചെയ്താലും 2, ഈ 2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ 221. അപ്പോൾ നമുക്ക് എക്സ് വൈ കിട്ടി 221. ഇനി നാം എന്ത് ചെയ്യണം? ഈ 2 ഇക്വേഷൻ ഒന്നിൽ നിന്ന് മറ്റേത് മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതാം. എക്സ് വൈ പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 4 സീക്വൽ ടു 285 ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി എക്സ് വൈ മൈനസ് 2x മൈനസ് 2y പ്ലസ് 4 സീക്വൽ ടു 165 നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി എന്ത് വേണം? ഇവിടെ കൂട്ടി അതിന് പകരം ഇത് കുറയ്ക്കുന്നു അല്ലേ. അപ്പോൾ 1 നിന്ന് ഇക്വേഷൻ 2 നാം മൈനസ് ചെയ്യുന്നു. അപ്പോൾ എക്സ് വൈയിൽ നിന്ന് എക്സ് വൈ പോയി കഴിഞ്ഞാൽ 0. പ്ലസ് 2x മൈനസ് 2x പ്ലസ് 2x മൈനസ് 2x. അപ്പോൾ ഇവിടെ 2 മൈനസ് വരുമ്പോൾ പ്ലസ് ആയി അല്ലേ. അപ്പോൾ പ്ലസ് 2x പ്ലസ് 2x എന്ത് വരും? 4x. അതേപോലെ ഇവിടെയും പ്ലസ് 4y. ഇവിടെ 4 നിന്ന് 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 അല്ലേ. ഇനി 285 മൈനസ് 165 0 2 1 120. 4x പ്ലസ് 4y സീക്വൽ ടു 120. അപ്പോൾ നമുക്ക് 4നെ പുറത്തേക്ക് എടുക്കാം. 4 ഇൻറ്റു ബാക്കി എന്താണ്? x ഉണ്ട്, ഇവിടെ y ഉണ്ട്, ഈക്വൽ ടു 120. അപ്പോൾ അതിൽ നമുക്ക് എക്സ് പ്ലസ് വൈയുടെ വില കിട്ടുമല്ലോ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 120 ഇൻറ്റു 4 അങ്ങോട്ട് പോകുമ്പോൾ ബൈ 4. അപ്പോൾ 4 കൊണ്ട് 1 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 12 ഡിവൈഡ് ചെയ്യാലോ. എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം അല്ലേ. 3 4 12. ഇനി ബാക്കി എന്താ അവിടെ ഉള്ളത്? 0. അപ്പോൾ 30. അപ്പോൾ നമുക്കിവിടെ എക്സ് പ്ലസ് വൈ എത്രയാണെന്ന് കിട്ടി? 30 കിട്ടി. എക്സ് വൈയോ 221 അല്ലേ. അങ്ങനെയാണ് നാം എന്ത് ചെയ്യണം? നാം നമ്മുടെ പഴയ ഇക്വേഷൻ എടുത്തിട്ട് ഇതാ ഈ വാല്യൂ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ മൈനസ് 4xy അല്ലേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ നമുക്ക് എക്സ് പ്ലസ് വൈ എത്രയാണെന്നറിയാം. എക്സ് പ്ലസ് വൈ 30 ആണെന്നറിയാം. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എത്രയാണെന്നറിയാം? 221 ആണെന്നറിയാം. അപ്പോൾ ആ വേലം കൂടെ കൊടുത്തു നോക്കിയേ. എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ സീക്വൽ ടു എക്സ് പ്ലസ് വൈക്ക് പകരം 30 അല്ലേ. അപ്പോൾ 30 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈ 221. അപ്പോൾ 30ൻ്റെ സ്ക്വയർ എത്രയാണ്? 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. 1 0 ആണെങ്കിൽ 2 0. അപ്പോൾ 900 മൈനസ് 4 ഇൻറ്റു 221. അപ്പോൾ 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 2 8, 4 ഇൻറ്റു 2 8. അപ്പോൾ 884 16. അപ്പോൾ എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ ആണ് 16. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ എന്തായിരിക്കും? ഇവിടെ റൂട്ട് വരും അല്ലേ. റൂട്ട് 16 അത് 4. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ കിട്ടി 30, എക്സ് മൈനസ് വൈ 4 കിട്ടി അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ചെയ്യാലോ. എക്സ് പ്ലസ് വൈ സീക്വൽ ടു 30, എക്സ് മൈനസ് വൈ സീക്വൽ ടു 4. കൂട്ടുമ്പോൾ എന്ത് വരും? 2x അല്ലേ. ഇത് കൂട്ടുമ്പോൾ 0 ആയിപ്പോയി. പ്ലസും വൈയും മൈനസ് വൈയും കൂടി കൂട്ടുമ്പോൾ 0. 30 പ്ലസ് 4 34. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര വരും? 34/2 ഈക്വൽ ടു 17. ഇനി 17 ഏതെങ്കിലും കൊടുക്കാം? ഈ ക്വസ്റ്റനിൽ കൊടുത്താൽ മതി. അപ്പോൾ എക്സ് പ്ലസ് വൈ സീക്വൽ ടു 30, എക്സിന് പകരം 17 പ്ലസ് വൈ സീക്വൽ ടു 30, വൈ സീക്വൽ ടു 30 മൈനസ് 17 സീക്വൽ ടു 13. അപ്പോൾ നമ്മൾ 2 ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഓഡ് നമ്പേഴ്സ് 13ഉം 17ഉം. അപ്പോൾ നാം ഇപ്പോൾ ചെയ്ത ഈ ചോദ്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. കാരണം പരീക്ഷയ്ക്ക് പ്രത്യേകം ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ചോദ്യങ്ങളാണത്. അതുകൊണ്ട് ആ സ്റ്റെപ്പുകൾ പ്രത്യേകം ഓർമ്മിച്ച് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ